ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിന്നൂസ് കിച്ചൺ. ഞാനിന്ന് വന്നേക്കുന്നത് ഒരു ട്രഡീഷണൽ ഇഞ്ചിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ ഒരു സദ്യ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഞ്ചിക്കറി ഇല്ലാണ്ട് ഒരു സദ്യ നമ്മൾ ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് തന്നെ അതിനത്രയ്ക്കും പ്രാധാന്യവും നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ വാഴയിലയിൽ സദ്യ വിളമ്പുമ്പോൾ തന്നെ നമ്മൾ ഇഞ്ചിക്കറി ആയിരിക്കും ആദ്യം വിളമ്പുക. അതുകൊണ്ട് തന്നെ ഇതിന് അത്രത്തോളം പ്രാധാന്യവും ഉണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ സൈഡിൽ ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഓൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതായിരിക്കും. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ കുറച്ച് ഇഞ്ചി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. നിങ്ങൾ അരിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ നമ്മൾ ഇഞ്ചി അരിയുമ്പോഴത്തേക്ക് എല്ലാം ഒരേ സൈസിലായിരിക്കണം നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത്. ഒന്ന് കട്ടി കൂടിയോ ഒന്ന് കട്ടി കുറഞ്ഞോ അങ്ങനെ നിങ്ങൾ ഒരിക്കലും അരിഞ്ഞെടുക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ രണ്ട് പരുവത്തിലായി പോകും. കുറേയൊക്കെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടും, കുറേയൊന്നും നമുക്ക് ഫ്രൈ ചെയ്യാതെയും കിട്ടും. അപ്പോൾ അതും രണ്ട് പരുവത്തിനായി പോകും. അപ്പം നമുക്ക് ഇഞ്ചിക്കറി അത്രത്തോളം നന്നായിട്ട് വരത്തില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാം ഒരേ സൈസിന് വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു ബൗള് ഇഞ്ചി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ചെറിയ ബൗളിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഉള്ളിയാണ്. ഞാൻ ഒരു 5 മീഡിയം സൈസ് കുഞ്ഞുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ ഒരു 3 പച്ചമുളകും ഇതിലേക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു നാരങ്ങ വലുപ്പത്തിന് ഇവിടെ പുളി എടുത്തിട്ടുണ്ട്. പുളി നമ്മൾ ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. നമ്മൾ ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ ചൂടുവെള്ളം എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. നമുക്ക് അത്രയും നല്ല ജ്യൂസി ആയിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഞാനൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇഞ്ചി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യാം. ഇഞ്ചി നന്നായിട്ട് ഫ്രൈ ആയി വരണം, നല്ല ബ്രൗൺ കളറിലായി വരണം. അതുവരെ നമ്മളിത് നന്നായിട്ട് ഫ്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇഞ്ചിക്കറി നമ്മൾ വെക്കുന്ന ടൈമിൽ ആ ഒരു ഇഞ്ചിയൊക്കെ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ വീട്ടിലെ സദ്യ വിളമ്പുന്ന ഒരു പ്രതീതിയാണ്. കാര്യം അത്രയ്ക്ക് മണമാണ് നമ്മൾ ഇഞ്ചി ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും. വല്ലാത്തൊരു സ്മെല്ലാണ് അതിന്. ഇതിപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ഇത്ര കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കരിഞ്ഞു പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. കരിഞ്ഞ് ഒരിക്കലും പോകരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇഞ്ചിക്കറിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ചെറിയൊരു ഡാർക്ക് ബ്രൗൺ ആകുമ്പോഴത്തേക്കും മാറ്റി ഒരു ബൗളിലോട്ട് മാറ്റാം നമുക്ക്. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ ഇഞ്ചി ഫ്രൈ ചെയ്തത് വേറൊരു ബൗളിലോട്ട് മാറ്റുക. എണ്ണയിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന കൊച്ചുള്ളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഉള്ളിയും ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ബ്രൗൺ കളറിലായി വരണം. ഉള്ളി നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഞാനിത് ബൗളിലേക്ക് കോരി മാറ്റുക. ഇനി എണ്ണയിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന മുളക് ആഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആ പച്ച കളറെല്ലാം മാറി വരണം മുളകിൻ്റെ. പച്ചമുളക് അരിഞ്ഞതും അപ്പോൾ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിത് ബൗളിലേക്ക് കോരി മാറ്റുക. പാനിലേക്ക് കുറച്ച് കടുക് ആഡ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ കടുക്. അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ആഡ് ചെയ്യുക. ഒരു 3-4 വറ്റൽമുളക്. കുറച്ച് കറിവേപ്പില. എല്ലാം കൂടി ഫ്രൈ ചെയ്യാം. ഇതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. അതൊന്ന് പാൻ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് മസാല ആഡ് ചെയ്യാം. ആ ടൈം കൊണ്ട് നമുക്ക്
ഇഞ്ചിയും ഉള്ളിയെല്ലാം ഫ്രൈ വെച്ചിരുന്നതിന് നമുക്ക് ഒരു മിക്സിയുടെ കുഞ്ഞു ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തരി വരാൻ പാടില്ല. ഞാനപ്പോൾ നന്നായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. പാനിപ്പോൾ തണുത്തിട്ടുണ്ട്. ഞാനതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും, 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടി നമ്മൾ വറുത്തെടുത്തത്, ഒരു പിഞ്ച് കായം, ഇത്രയും കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം നിങ്ങൾ കൂട്ടരുത്, ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യാം. മുളകിൻ്റെയും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മല്ലിപ്പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും എല്ലാം പച്ച സ്മെല്ലൊന്ന് മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ലേശം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് പാകത്തിന് ആഡ് ചെയ്യാം. പുളി ഇവിടെ പിഴിഞ്ഞെടുക്കുക. ഞാനിപ്പോൾ കണ്ടോ, ഈ ഒരു പരുവത്തിന് കിട്ടുന്ന നമുക്ക് ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് അതിൽ നിന്നുള്ള പൾപ്പ് നമുക്ക് എടുക്കാൻ പറ്റും. ഇതും കൂടി ഞാൻ മസാലയിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ശർക്കര പൊടിച്ചതാണ്. പൊടിച്ച് വെച്ചിരുന്ന മിക്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇഞ്ചിയൊക്കെ പൊടിച്ച് വെച്ചിരുന്നതാണ്. പുളിയുടെ ജ്യൂസും കൂടി ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കര കൂടി പൊടിച്ച് വെച്ചിരുന്ന് ആഡ് ചെയ്യാം. ഇതെല്ലാം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഇത്രയും പോർഷനും നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതിയാവും. കാര്യം എല്ലാം നമ്മൾ വറുത്തെടുത്തൊക്കെയാണ്. ഇതിപ്പോൾ ഒന്ന് ചൂടായി വരുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റൗ ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക. ഇതിപ്പോൾ നല്ല ഇച്ചിരി വെള്ളമായിട്ടാണ് ഇരിക്കുന്നത് ഇഞ്ചിക്കറി. അതൊന്ന് കട്ടിയായി വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മീഡിയം ഫ്ലെയിമിലോട്ട് സ്റ്റൗ ഒന്ന് മാറ്റുന്നത്. ഒരുപാട് വെള്ളം ആഡ് ചെയ്യരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഒരുമാതിരി ആയിപ്പോവും. അത് ഇപ്പോൾ നമ്മൾ സദ്യക്കൊക്കെ എടുക്കുമ്പോൾ തന്നെ ഇലയിൽ ഒലിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ മാങ്ങ അച്ചാറൊക്കെ ഇടുന്ന പോലെ ആ ഒരു പരുവത്തിനാണ് നമ്മളിത് എടുക്കാനായിട്ട്. ഒരുപാട് കട്ടിയാവരുത്. കാര്യം നമ്മൾ വെച്ചിരിക്കുകയാണെങ്കിൽ ഒരു 3 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും അതൊന്നും കൂടെ കട്ടിയായി വരും. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വിനീഗർ ആഡ് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് ഡേയ്സിലേക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇഞ്ചിക്കറി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പൂത്തു പോകാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് വിനീഗർ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ദിവസം കൂടി കൂടുതലായിട്ടിരിക്കും. ഈ ഒരു ക്വാണ്ടിറ്റിക്ക് ഒരു 1/2 ടീസ്പൂൺ വിനീഗർ മതിയാവും. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല ഇതിൽ. കണ്ട നല്ല കറുത്ത കളറിലാണ് ഇഞ്ചിക്കറി ഇരിക്കുക. നമ്മൾ നന്നായിട്ട് ഉള്ളിയും ഇഞ്ചിയൊന്നും ഫ്രൈ ചെയ്തെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കളർ കിട്ടത്തില്ല. ഞാനിപ്പോൾ വേറെ ബൗളിലോട്ട് ഇഞ്ചിക്കറി മാറ്റിയിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ മുകളിൽ എണ്ണ നല്ല പാട മാതിരി മുകളിലോട്ട് വന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത് ഇഞ്ചിക്കറിയുടെ. അങ്ങനെ തെളിഞ്ഞ് വരണ ഇഞ്ചിക്കറിയാണ് നന്നായിട്ടിരിക്കുന്നത്. നല്ല ടേസ്റ്റും ഒക്കെ കാണുക. അതിൻ്റെ എണ്ണ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് വരണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു രീതിക്ക്. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.